Hi all, welcome back to our channel. നമ്മുടെ ചാനലിന്റെ പേര് മൈ ഗൈനക്കോളജിസ്റ്റ് ആൻഡ് ഷീ ഈസ് മൈ ഗൈനക്കോളജിസ്റ്റ്. ബേക്കിംഗ്, സെക്സ് ഡ്രൈവ്, മെനോപോസ് വുമൻഹുഡിന്റെ അവസാനമാണോ, അതേപോലെ എക്സസ് ബ്ലീഡിങ്, ഇങ്ങനെ ഒരുപാട് സംശയങ്ങളാണ് നമുക്ക് മെനോപോസിനെ ബേസ് ചെയ്തിട്ട് എല്ലാവരുടെയും തലയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങൾ. അപ്പം നമ്മളുടെ ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് മെനോപോസ്, മെനോപോസ് സംഭവിച്ചു കഴിഞ്ഞാൽ മെനോപോസ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്, അത് നമുക്ക് എങ്ങനെയൊക്കെ ഓവർകം ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. മെനോപോസ് എന്ന് പറയുന്നത് ആ പേരിൽ തന്നെ ഉണ്ട്. മെൻസ്ട്രൽ മെനും പോസ്, അതായത് പോസ് ആവുന്നു, നമ്മൾ മെൻസ്ട്രൽ സൈക്കിൾസ് പോസ് ആവുന്ന അവസ്ഥ. അപ്പൊ നമുക്ക് ഒരു വർഷത്തോളം പീരീഡ്സ് ആവാണ്ട് നിൽക്കുമ്പോഴാണ് നമ്മളിത് മെനോപോസ് ആണെന്ന് പറയാം. അപ്പം നമ്മുടെ ബോഡിയിൽ എല്ലാ മാസവും സൈക്കിൾസ്, ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ്, ഫസ്റ്റ് സൈക്കിളിന്റെ ആദ്യത്തെ പകുതിയിൽ ഈസ്ട്രോജൻ കൂടുതലായിരിക്കും, സെക്കൻഡ് പകുതിയിൽ പ്രൊജസ്ട്രോൺ കൂടുതലായിരിക്കും. ഇങ്ങനെ നമ്മുടെ ബോഡിയിൽ ഹോർമോണൽ വ്യതിയാനങ്ങൾ ഉണ്ടാവുന്നുണ്ട്. എല്ലാ മാസവും ഈ ചേഞ്ച് ഒരേപോലെ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷെ മെനോപോസ് എന്ന് പറയുമ്പോൾ ഈ ഹോർമോണുകളുടെ അളവുകൾ കുറയുകയോ നമ്മളെ പ്രത്യുൽപാദന ശേഷി കുറയുകയോ അല്ലെങ്കിൽ ഒട്ടും ഇല്ലാതാവുകയോ ചെയ്യുമോ. അപ്പം അത് ആ സൈക്കിൾസ് മൊത്തമായിട്ട് അവസാനിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് മെനോപോസ്. അത് നമ്മൾ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ ആബ്സെൻസ് ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ ഫോർ 1 year. 1 year വരെ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞിട്ട് 6 മാസം വരെ നമുക്ക് മെൻസ്ട്രേഷൻ ആയില്ല, എന്നിട്ട് നമുക്ക് സഡൻ ആയിട്ട് ഒരു നെക്സ്റ്റ് മന്ത് നമുക്ക് ബ്ലീഡിങ് വന്നു. അപ്പൊ അത് നമ്മുടെ മെനോപോസിന്റെ ഒരു സിംറ്റം ആയിട്ട് കൺസിഡർ ചെയ്യണോ അതോ എങ്ങനെയാണത്? അതിപ്പം ഈ മെനോപോസ് ആവാൻ പോകുന്ന സമയം, അതായത് പെരി മെനോപോസിന്റെ തൊട്ട് മുന്നേ ഒക്കെ ഈ ബ്ലീഡിങ് നമുക്ക് അല്ലെങ്കിൽ എപ്പോഴും റെഗുലർ സൈക്കിൾസ് ആയിരിക്കുമല്ലോ. യൂഷ്വലി റെഗുലർ സൈക്കിൾസ് ആയിട്ടുള്ള ഒരു സ്ത്രീക്ക് സൈക്കിൾസ് ഇറഗുലർ ആകാനും കുറച്ച് ബ്ലഡ് ഫ്ലോ കൂടാനും കുറച്ച് ക്ലോട്ട്സ് ഒക്കെ ചെറിയ തോതിൽ, അധികം ആവുകയാണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകേണ്ടതാണ്. ഇപ്പൊ ചെറിയ തോതിൽ ഇറഗുലർ ആകുന്നു, കുറച്ച് ബ്ലീഡിങ്ങിൽ വേരിയേഷൻസ് ഉണ്ടാകുന്നു, ഇതൊക്കെയാണ് മെനോപോസ് ആവാൻ പോകുന്നതിന്റെ ലക്ഷണങ്ങൾ, അതായത് ഇറഗുലർ ബ്ലീഡിങ്. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നമുക്കിത് മെനോപോസ് ആവാൻ പോവാണെന്ന് മനസ്സിലാവുക. സോ ഈവൻ 6 months കഴിഞ്ഞിട്ട്, അതിന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് മെനോപോസ് കഴിഞ്ഞിട്ടുള്ള ഒരു ഡ്രോപ്പ് ഓഫ് ബ്ലീഡിങ് പോലും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടതാണ്, മസ്റ്റ് ഇവാലുവേറ്റ് ആണ്. അപ്പൊ ഈ മെനോപോസൽ ഏജിലുള്ള ഏതെങ്കിലും ഒരു സ്ത്രീ അവർ 6 മാസം കഴിഞ്ഞിട്ടൊക്കെ ബ്ലീഡിങ് ആവുകയാണെങ്കിൽ അവർ കുറച്ച് ഹൈ റിസ്ക് ആണ്, ഒബീസിറ്റി ഉണ്ട്, വീട്ടില് ക്യാൻസർ റിസ്ക് ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് ആ ഒരു 6 months കഴിഞ്ഞിട്ടുള്ള ബ്ലീഡിങ്ങും ഇവാലുവേറ്റ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. മെനോപോസിന് ഒരു ഫിക്സഡ് ഏജ് എന്ന് വെച്ചാൽ 40+, 50+ ആയ ആൾക്കാർക്കാണാവോ, അല്ലെങ്കിൽ അവരുടെ ഓരോ ആൾക്കാരുടെ ബോഡി കണ്ടീഷൻ വെച്ചിട്ടാണോ മെനോപോസ് വരുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒരു ടൈം ഫ്രെയിം എങ്ങനെയാണ് അത് നമുക്ക് കൺസിഡർ ചെയ്യാൻ? മെനോപോസ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്, അതായത് ഒരു ഫിക്സഡ് ഏജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കുറെയൊക്കെ ജനറ്റിക്കലി ഡിറ്റർമൈൻഡ് ആണ്. അപ്പം ചിലപ്പോൾ എന്റെ മെനോപോസ് എന്റെ അമ്മയ്ക്ക് മെനോപോസ് വന്ന ഒരു ഏജുമായിട്ട് കുറച്ചും കൂടെ കോറിലേറ്റഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതല്ലാണ്ട് ഇപ്പൊ 45 to 50 years ആണ് ഇന്ത്യൻ വിമനിൽ കൂടുതലും മെനോപോസൽ ഏജ് ആയിട്ട് കാണുന്നത്. ചിലപ്പോൾ അത് 52, 53, 55 വരെ പോയ പേഷ്യൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ആവാനും ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്തെങ്കിലും പ്രിപ്പറേഷൻസ്, നമ്മുടെ സൈഡിൽ എന്തെങ്കിലും പ്രിപ്പറേഷൻസ് ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് നമ്മൾ പീരിയഡ്സ് ആവുന്ന പോലെ തന്നെ പീരിയഡ്സ് സ്റ്റോപ്പ് ആവണം അങ്ങനെയുള്ളൂ? നമുക്കിപ്പോൾ അതേപോലെ ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ പ്രത്യേകിച്ച് പ്രിപ്പറേഷൻസ് ആവശ്യമില്ല. പക്ഷെ നമ്മളിപ്പോൾ ഒരു മെനാർക്കി, അതായത് ഫസ്റ്റ് പീരീഡ്സിൽ ചെറിയ കുട്ടികളെ ഇപ്പം അഡോളസെന്റ് ഏജിൽ ഇപ്പൊ എത്രത്തോളം നമ്മൾ മെന്റലി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെയുള്ള ഒരു മെന്റൽ പ്രിപ്പറേഷൻ മെനോപോസിനും ആവശ്യമാണ്. കാരണം ഒരുപാട് ഹോർമോണൽ വ്യതിയാനങ്ങളിലൂടെയാണ് അവർ കടന്നു പോവുക. അപ്പൊ അത് മെന്റലി നമ്മൾ ഡൗൺ ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഹോർമോണൽ ഡിഫറൻസസ് കൊണ്ട് നമുക്ക് ഈ മെനോപോസിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ സിംറ്റംസ് ഉണ്ട്, അത് നമുക്ക് വരാം. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരാം. അപ്പൊ അവർക്കത് ഒരു സപ്പോർട്ട് എന്തായാലും ആവശ്യമാണ്. അപ്പം അതിന് ആ ഒരു പ്രിപ്പയർനെസ്, അതായത് എനിക്ക് ഗോയിങ് ടു ഗോ ത്രൂ ഓൾ ദിസ്, അങ്ങനെ ഒരു മെന്റൽ പ്രിപ്പയർനെസ് ഉണ്ടാവുന്നത് വളരെ നല്ലതായിരിക്കും. ഞാനിപ്പോൾ റീസെന്റ് ആയിട്ട് കണ്ടൊരു റീലിൽ പറയുന്നുണ്ടാവും, നമ്മൾ പെർഫ്യൂംസ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ ബേസ് ചെയ്തിട്ട് ഈ ഇങ്ങനത്തെ മെനോപോസ് പെട്ടെന്ന് ആവാം, അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് ചേഞ്ചസ് ഉണ്ട്, അതൊക്കെ ശരിക്കും അതൊരു മിത്താണോ അതോ ശരിക്കും അങ്ങനെ അത് എഫക്ട് ചെയ്യും? അതിലാണ് സ്റ്റഡിയാണ്. ഇപ്പം നമുക്കിപ്പോൾ റീസെന്റ് സ്റ്റഡീസ് എന്തൊക്കെയാണ് കാണിക്കുന്നത് വെച്ചാൽ, ടാലിറ്റ്സ് എന്ന് പറഞ്ഞ ഒരു കോമ്പോസിഷൻ ഉണ്ട്, ഒരു കോമ്പൗണ്ട്, അത് ഉള്ള കണ്ടന്റ്സ് ഉള്ള ലൈക് പെർഫ്യൂംസ് ആയാലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നമ്മുടെ കോസ്മെറ്റിക് ഐറ്റംസ്
ഈ ഹാലിക്സ് എന്ന് പറഞ്ഞ കണ്ടന്റ് അത് ആക്സിലറേറ്റഡ് ഒവേറിയൻ ഏജിങ് യൂഷ്വലി ഉണ്ടാകുന്നതിനേക്കാളും കൂടുതൽ ഫാസ്റ്റ് ആയിട്ടുള്ള ഏജിങ് നടക്കാനുള്ള ചാൻസസ് ഉണ്ടെന്ന് കുറച്ച് സ്റ്റഡീസ് പറയുന്നുണ്ട്. അത് ഫുള്ളായിട്ട് കൺഫേം ആയിട്ടില്ല, പക്ഷെ ഇത് അണ്ടർ സ്റ്റഡിയാണ്. സോ അതുമായിരിക്കും അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പക്ഷെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ബോഡി വെയിറ്റ്, ഫാറ്റ് കോമ്പോസിഷൻ, ഒബീസിറ്റി, നമ്മൾ കഴിക്കുന്ന ഫുഡ് ഹാബിറ്റ്സ്, ഇതൊക്കെ ഇപ്പം മെനോപോസ് ഏർലിയർ, ഇപ്പം നമ്മൾ മെനാർക്കി ഫസ്റ്റ് പീരീഡ്സ് ഇപ്പോൾ കുറച്ച് ഏർലിയർ ആയിട്ടാണ് വരുന്നത്. അതേപോലെ മെനോപോസും ഏർലിയർ ആവാനുള്ള ചാൻസസ് ഇതുകൊണ്ട് ഉണ്ടാവാം, അല്ലെങ്കിൽ ലോങ്ങർ ആവാനുള്ള ആ ഏജിലുള്ള വേരിയേഷൻസ് ഈ ഫുഡ് ഹാബിറ്റ്സും ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സിലൊക്കെ മാറാവുന്നതേ ഉള്ളൂ. ഇപ്പൊ എന്റെ അമ്മ ആക്ച്വലി അമ്മ മെനോപോസ് കഴിഞ്ഞിട്ട് ആ ഒരു സ്റ്റേജിലൂടെ പോവാണ്. അപ്പൊ അമ്മക്ക് ഒരുപാട് നമുക്ക് ഒരുപാട് ചേഞ്ചസ് ഇപ്പം ബോഡിയിൽ വന്നിട്ടുണ്ട്. അപ്പൊ അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയും ഭയങ്കരമായിട്ട് ചൂടെടുക്കുന്നുണ്ട്, ഈ ബോഡി കുറച്ച് പുകയുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ ഇതിന്റെ ഒരു സിംറ്റംസ് ആയിരിക്കില്ല. അങ്ങനെ മെനോപോസ് കഴിഞ്ഞ ആൾക്കാർക്ക് എന്തൊക്കെ സിംറ്റംസ് ആണ് അവരുടെ ബോഡിയിൽ ഉണ്ടാവുക, എന്തൊക്കെ ചേഞ്ചസ് ആണ് അവരുടെ ബോഡിയിൽ ഉണ്ടാവുക? കേസ് വെച്ച് നോക്കുകയാണെങ്കിൽ അത് ഹോട്ട് ഫ്ലാഷസ് എന്ന് പറയാം. അത് മെനോപോസിന്റെ ഭാഗമായിട്ട് വരുന്ന ബോഡിയിൽ ഉണ്ടാകുന്ന ഒരു ചേഞ്ച് ആണ്. അതായത് നമുക്ക് ചൂട് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ, അതായത് വെറുതെ ഇരിക്കുമ്പോൾ തന്നെ ചൂടാവുന്നു, കുറെ വേർക്കുന്നു, ദേഹം ഫുള്ള് എരിയുന്ന പോലെ തോന്നുന്നു, ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് ഉണ്ടാവാറുണ്ട്. ഇതിന് ഹോട്ട് ഫ്ലാഷസ് എന്ന് പറയും. അതേപോലെ ഇതിന് വാസോമോട്ടോർ സിംറ്റംസ് എന്ന് പറയാം, ഈ മെനോപോസ് റിലേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസ്. അതേപോലെ ഈ വെജിനൽ ഡ്രൈനെസ്, പിന്നെ യൂറിൻ ഇൻഫെക്ഷൻസിനുള്ള ചാൻസസ് കൂടുന്നത്, ഇതൊക്കെ എന്താന്ന് വെച്ചാൽ ഈ ഹോർമോൺസ് കുറയുന്നത്. അതായത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഫീമെയിൽ ഹോർമോൺസ് പറയുന്നത് ഈസ്ട്രജൻ ഉണ്ടോ, ഈസ്ട്രജന്റെ അളവ് നമ്മുടെ ബോഡിയിൽ കുറയുമ്പോഴാണ് ഈ വെജിനൽ അട്രോഫി, അവിടെ ഇപ്പം ഡ്രൈനെസ്, പെയിൻ ഡ്യൂറിങ് സെക്സ്, ഇതൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതേപോലെ തന്നെയാണ് വാസോമോട്ടോർ സിംറ്റംസ് വിച്ച് ഇസ് ലൈക്ക് ഹോട്ട് ഫ്ലാഷസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതേപോലെ കാർഡിയാക് ഹെൽത്തും അഫക്റ്റ് ആവാനുള്ള ചാൻസസ് ഉണ്ട്, കാരണം നമ്മുടെ ബോഡിയിലുള്ള ഈസ്ട്രജൻ കുറയുന്നതുകൊണ്ട്. വേറൊരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ബോൺ മിനറൽ ഡെൻസിറ്റി കുറയുന്നത് കൊണ്ട്, അതും ഈസ്ട്രജൻ റിലേറ്റഡ് ആണ്. നമ്മുടെ ബോഡിയിൽ ഹോർമോൺസ് കുറയുമ്പോൾ ബോൺ മിനറൽ ഡെൻസിറ്റി, ഇതൊക്കെ മെക്കാനിസം ഒക്കെ വലുതാണ്, ഞാനിപ്പോ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. അപ്പൊ ബോൺ മിനറൽ ഡെൻസിറ്റി കുറയും. അപ്പം കുറെ കഴിഞ്ഞ ഓസ്റ്റിയോപോറോസിസ്, അതായത് ബോണിലെ ഡെൻസിറ്റി കുറഞ്ഞ് ശക്തി ഇല്ലാതെ ആകുന്ന ഒരു കണ്ടീഷൻ. അപ്പൊ അങ്ങനെ ഓസ്റ്റിയോപോറോസിസ് ഡെവലപ്പ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ മെറ്റബോളിസം, BMR ആസ് ഏജ് കൂടുമ്പോൾ എല്ലാവരും പറഞ്ഞാണല്ലോ BMR, ബോഡി മെറ്റബോളിസം കുറയുക. അത് മെനോപോസിന് ശേഷം ആക്സിലറേറ്റഡ് ആവും, അതായത് ഭയങ്കര കൂടുതലായിട്ട് കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പം ബോഡിയിൽ ഫാറ്റ് ഡെപ്പോസിഷൻ, പ്രത്യേകിച്ചും ഈ സെൻട്രൽ ഒബിസിറ്റി, വയറിൽ കൂടുതൽ ഫാറ്റ് ഡെപ്പോസിഷൻ വരാനുള്ള ചാൻസ്, അത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കുകയും ഫ്യൂച്ചർ ഡയബറ്റീസിന് ചാൻസ് ഉണ്ടാക്കുകയും ചെയ്യും. സോ ഇങ്ങനെയുള്ള കുറെ കണ്ടീഷൻസിലൂടെയാണ് പോകുന്നത്. പിന്നെ നമ്മൾ ഒരിക്കലും നമ്മൾ അധികം കെയർ കൊടുക്കാത്തൊരു സംഭവം അവരുടെ മെന്റൽ ഇതാണ്, സ്റ്റേറ്റ് ആണ്. അപ്പൊ അവര് പെട്ടെന്ന് നമുക്ക് ബോഡിയിൽ ഉണ്ടാകുന്ന കുറെ ഹോർമോണൽ വേരിയേഷൻസ് വരുമ്പോൾ ഒബ്വിയസ്ലി അവർ മെന്റലി ഡൗൺ ആവാനും, ഈ ഡിപ്രഷൻ, പോസ്റ്റ്പാർട്ടം പോലെ തന്നെ അതേ കണ്ടീഷൻ പോലെയല്ല, പക്ഷെ അതേപോലെ വേറെ മൈൻഡ് സെറ്റ് വരാം നമുക്ക്. ചിലപ്പം രവീണ മുന്നേ പറഞ്ഞ പോലെ വിമൻഹുഡ്, ഞാൻ എന്റെ സ്ത്രീ എന്നുള്ള ഒരു അവസ്ഥ കഴിഞ്ഞോ എന്നുള്ളത് അങ്ങനെയൊന്നും അല്ല. പക്ഷെ അവർക്ക് ആ ഒരു ചിന്തകളിലൂടെ ഒക്കെ കടന്നു പോകും. ഇനിയിപ്പം ലൈക്ക് am I enough എന്നുള്ള ചിന്തയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ അതൊരു പാർട്ട്ണറുമായിട്ടുള്ള ബോണ്ട് കുറയാനുള്ള ചാൻസ് ഉണ്ടാവാം. സോ ഇതൊക്കെ മെന്റലി അവർ കടന്നു പോകുന്ന കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള ചേഞ്ചസും ബോഡിയിൽ ഉണ്ടാവാം. അപ്പോ ഈ മെനോപോസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്ഷൽ ഡ്രൈവ് റെഡ്യൂസ് ആവുക, അല്ലെങ്കിൽ പാർട്ട്ണറിനോടുള്ള ഒരു ഫിസിക്കൽ ഇത് കുറയുക എന്നൊക്കെ പറയുന്നത് ശരിക്കും ഉള്ളതാണോ? അത് ചില പേഷ്യൻസ് അങ്ങനെയുള്ള കംപ്ലൈൻറ്റ്സ് പറയാറുണ്ട്. അതായത് നമ്മുടെ ബോഡിയിൽ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവുകയാണല്ലോ. അപ്പം മെയിൻലി ഈസ്ട്രജൻ നമ്മുടെ ബോഡിയിൽ കുറയാണ്. അപ്പം നമ്മളിതിനെ ലോസ് ഓഫ് ലിബിഡോ എന്ന് പറയും. അതായത് സെക്സിനോടുള്ള ഒരു ഇഷ്ടമില്ലായ്മ, നമുക്ക് അതിനോടൊരു താല്പര്യക്കുറവ്, അതൊക്കെയാണ് ലോസ് ഓഫ് ലിബിഡോ എന്ന് പറയുന്നത്. സോ അത് മെയിൻലി ഹോർമോണൽ വേരിയേഷൻസിനെ കൊണ്ടുള്ളതാണ്. അതേപോലെ അവർ കടന്നു പോകുന്ന മാനസികാവസ്ഥ, ബോഡി ഇമേജ് കോൺഷ്യസ്നെസ്, ലൈക്ക് ബോഡീൻ്റെ ഇമേജ് മാറുന്നുണ്ട്, അങ്ങനെയുള്ള ചിന്തകൾ, അതൊക്കെ അതിന് ലീഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിന് മെയിനായിട്ട് നമുക്കൊരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്, നമ്മൾ ഇപ്പം വെജൈനൽ ഡ്രൈനസ്, അപ്പോൾ ബന്ധപ്പെടാനുള്ള ബുദ്ധിമുട്ടുകൾ അങ്ങനെ ഉണ്ടാവാമല്ലോ. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് വേണമെങ്കിൽ ലൂബ്രിക്കൻസ്, മോയ്സ്ചറൈസേഴ്സ് അതൊക്കെ യൂസ് ചെയ്യാം.
ഇപ്പൊ സപ്പോസ് ഈസ്ട്രോജൻ കുറയുന്നത് കൊണ്ടാണല്ലോ നമുക്ക് വരുന്നത്. സോ നമുക്ക് അതിനെ കൊണ്ട് വേറെ കണ്ടീഷൻസ് ലൈക്ക് ഇപ്പം കാർഡിയോവാസ്കുലർ ഹെൽത്ത് അഫക്റ്റ് ആവുന്നുണ്ട്, വാസോമോട്ടർ സിംറ്റംസ് ഉണ്ട്, ഇതൊക്കെ വരുവാണെങ്കിൽ അതായത് ഹോട്ട് ഫ്ലാഷസ്, നൈറ്റ് സ്വെറ്റ്സ് ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഇതിനോട് അനുബന്ധമായിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഹോർമോണൽ സപ്ലിമെന്റ്സ് തന്നെ എടുക്കാൻ പറ്റും. അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ നമുക്ക് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, കുറച്ച് എക്സസൈസ്, മെഡിറ്റേഷൻ, അങ്ങനെ നമ്മൾ മെന്റലി നമ്മളെ ആക്റ്റീവായി വെക്കാനുള്ള, നമ്മൾ ഫിസിക്കലി മെന്റലി ആക്റ്റീവായി വെക്കാൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ വേണമെങ്കിൽ നമുക്ക് കൗൺസിലിങ്ങിനും പോകാവുന്നതാണ്. ലൈക്ക് ഒരു ഭയങ്കര നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്, മാരേജ് കോൺഫ്ലിക്ട്സ് ഉണ്ടാവുകയാണെങ്കിൽ യു ക്യാൻ ഗോ ഫോർ എ കൗൺസിലിംഗ്. ഹോർമോണൽ തെറാപ്പി എന്ന് പറഞ്ഞല്ലോ, അപ്പൊ ശരിക്കും നമ്മുടെ ബോഡിയിൽ ഈസ്ട്രോജൻ കുറയുന്നതുകൊണ്ടാണല്ലോ ഇങ്ങനത്തെ ഇതൊക്കെ വരുന്നത്. അപ്പൊ നമുക്ക് ഈസ്ട്രോജൻ അങ്ങനെ ആഡ് ചെയ്താൽ പോലെയൊക്കെ അതൊരു സപ്ലിമെന്റ് ആയിട്ട് അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റുമോ? അങ്ങനെയുള്ള പ്രിപ്പറേഷൻസ് അവൈലബിൾ ആണ്. അതിനെ നമ്മൾ മെനോപോസൽ ഹോർമോണൽ തെറാപ്പി അല്ലെങ്കിൽ മുന്നേ ഇതിനെ ഹോർമോണൽ റീപ്ലേസ്മെന്റ് തെറാപ്പി എന്നൊക്കെ പറയുമായിരുന്നു. അപ്പൊ ഈസ്ട്രോജൻ അല്ലെങ്കിൽ ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ കോമ്പിനേഷൻ ഇതൊക്കെ കൊടുക്കാറുണ്ട്. ഇപ്പം ഒരാൾക്ക് യൂട്രസ് നമുക്ക് ബോഡിയിൽ ഉണ്ടാകുമ്പോൾ അതിൽ കണ്ടിന്യൂസ് ആയിട്ട് ഈസ്ട്രോജൻ കൊടുക്കുകയാണെങ്കിൽ യൂട്രസിൽ ഹൈപ്പർപ്ലേസിയ, പിന്നെ അത് ലേറ്റർ ക്യാൻസറിനൊക്കെ കാരണമാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഇപ്പൊ ഹിസ്റ്ററക്ടമി കഴിഞ്ഞ ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ അവർക്ക് ഈസ്ട്രോജൻ സപ്ലിമെന്റ്സ് മാത്രമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. പക്ഷെ ബാക്കിയുള്ള വിമൻ ആണെങ്കിൽ നമ്മൾ ഈസ്ട്രോജൻ പ്ലസ് പ്രൊജസ്ട്രോൺ കോമ്പിനേഷൻസ് ആണ് നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത്. അങ്ങനെ കൊടുക്കാം. പക്ഷെ ഇതിപ്പോൾ എല്ലാവർക്കും പ്രിഫർ ചെയ്യേണ്ട ആവശ്യമില്ല. സപ്പോസ് എനിക്കിത് ആവശ്യമുണ്ട്, ഐ എം ഗോയിങ് ത്രൂ എ ടഫ് ടൈം, എനിക്ക് ഇങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പേഷ്യൻസ് വരുവാണെങ്കിൽ വി വിൽ കൗൺസിൽ ദം ആൻഡ് വി വിൽ ഗിവ് ദം ഓപ്ഷൻസ്. അങ്ങനെ അവർക്ക് അത് ചൂസ് ചെയ്യാവുന്നതാണ്. സോ ഇത് നമ്മൾ പക്ഷേ എപ്പോഴും നമുക്ക് ഒരിക്കലും മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് എനിക്ക് ഹോർമോൺസ് തരുമെന്ന് പറഞ്ഞ് എടുക്കാൻ പറ്റുന്ന ഡ്രഗ് അല്ല. എന്തായാലും നിങ്ങളൊരു ഗൈനക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു ഫാമിലി മെഡിസിൻ സ്പെഷ്യലിസ്റ്റിനെയോ കണ്ടിട്ട് ഡിസൈഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതായത് ഇപ്പം നമുക്ക് ഓൾറെഡി രക്തം കട്ട പിടിക്കാനുള്ള ചാൻസസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും ഈ കോമ്പിനേഷൻസ് എടുക്കാൻ പാടില്ല. അത് കൂടുതൽ റിസ്ക് ആഡ് ചെയ്യുക. അപ്പം അതെപ്പോഴും ഡിസ്കസ് ചെയ്തിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അപ്പം ഈ ഹോട്ട് ഫ്ലാഷസ്, നൈറ്റ് സ്വെറ്റ്സ്, ഇങ്ങനത്തെ വാസോമോട്ടർ സിംറ്റംസ് ഉണ്ടാകുമ്പോഴാണ് കൂടുതലും നമ്മൾ കോമ്പിനേഷൻസ്, അതായത് ഈസ്ട്രോജൻ പ്ലസ് പ്രൊജസ്ട്രോൺ ഹോർമോണൽ തെറാപ്പി ആയിട്ട് പ്രിഫർ ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ ലോക്കലി ആപ്ലിക്കേഷൻസ്, ഈസ്ട്രോജൻ ലോക്കൽ ക്രീംസ് ഒക്കെ അവൈലബിൾ ആണ്. അതും ഇപ്പം വെജനൽ അട്രോഫി അങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ നമുക്ക് പ്രിഫർ ചെയ്യണം. വേറെ ഒന്ന്, ഈ ബ്രസ്റ്റ് ക്യാൻസർ ഹിസ്റ്ററി ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഈ ഹോർമോണൽ സപ്ലിമെന്റ്സ് പ്രിഫർ ചെയ്യാറില്ല. അപ്പം എപ്പോഴും ഒരു ഡോക്ടറിന്റെ കൺസൾട്ടേഷന് ശേഷം മാത്രമേ നമ്മൾ ഹോർമോണൽ റീപ്ലേസ്മെന്റ് തെറാപ്പി യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പൊ ഈ സപ്ലിമെന്റ്സിന്റെ കാര്യങ്ങൾ പറഞ്ഞല്ലോ, അതേപോലെ നമുക്ക് ഈ സപ്ലിമെന്റ്സ് എടുക്കുന്നത് പോലെ അല്ലാതെ നമുക്ക് അത് ഫുഡിലൂടെ ഓവർകം ചെയ്യാൻ പറ്റുമോ? അതൊക്കെ ആ ഹോർമോൺസ് അടങ്ങിയ ഫുഡ് എന്തൊക്കെയാണ്, എന്തൊക്കെ കഴിക്കാമോ? ഇതൊരു എമർജിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതായത് നമുക്ക് ഹോർമോണൽ റീപ്ലേസ്മെന്റ് ആവശ്യമില്ലാത്ത ജസ്റ്റ് മിനിമൽ സിംറ്റംസ് മാത്രമേ ഉള്ളൂവെങ്കിൽ കുറച്ചും കൂടി ഫുഡിൽ ഈസ്ട്രോജൻ കണ്ടന്റ് ഉള്ള, അതായത് അതിനെ 5-2 ഈസ്ട്രോജൻസ് എന്ന് പറയും. പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഈസ്ട്രോജൻസ് ആണത്. അപ്പൊ ഇത് കൂടുതലായിട്ട് കാണുന്നത് ഇപ്പൊ ഫുഡ് നമ്മൾ യൂഷ്വലി കഴിക്കുന്നതാണെങ്കിൽ സോയാബീൻസ്, ബ്രോക്കലി, ക്യാബേജ്, പിന്നെ ഫ്ലാക്സ് സീഡ്, അതേപോലെ ഡ്രൈ ഫ്രൂട്ട്സ്, ആപ്പിൾ, പിന്നെ പീച്ചസ്, ബെറീസ്, ഇതിലൊക്കെ കാണാം. അപ്പം ഇതൊക്കെ കുറച്ചും കൂടെ ഫുഡ് മെനോപോസൽ ഏജിൽ ഇത് കുറച്ചും കൂടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുവാണെങ്കിൽ ആ ഒരു ഹോർമോണൽ വ്യതിയാനങ്ങൾ കുറച്ച് കുറയ്ക്കാൻ പറ്റുന്നതാണ് ഇപ്പോഴുള്ള സ്റ്റഡീസ് ഒക്കെ കാണുന്നത്. ഈ ഓൾഡ് ഏജിലാണല്ലോ അപ്പം കൂടുതലായിട്ട് ക്യാൻസേഴ്സും കാര്യങ്ങളും ഒക്കെ വരുന്നത്. അപ്പൊ നമുക്ക് അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യാം, ലൈക്ക് സ്ത്രീകളിൽ ഉണ്ടാകുന്ന ക്യാൻസേഴ്സും കാര്യങ്ങളും ഒക്കെ. ഇനി മെനോപോസിന്റെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ കൂടുതൽ എന്തിനെങ്കിലും പറ്റി അറിയണമെന്നോ അങ്ങനെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. നിങ്ങൾക്ക് അങ്ങനത്തെ എന്ത് റിലേറ്റഡ് ഡൗട്ട്സ് ഉണ്ടെങ്കിലും, ഇപ്പം ഒരു ഡോക്ടറോട് ചോദിക്കണമായിരുന്നു പക്ഷെ ഇപ്പം അതിന് കൺസൾട്ട് ചെയ്യാൻ പോകാൻ വയ്യ എന്നുള്ള എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് എന്താണെങ്കിലും കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നമ്മളത് അടുത്ത വീഡിയോയിൽ മുൻപേ ഉണ്ടായിരുന്ന കമന്റ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇതുവരെ നമ്മളുടെ കൂടെ ഇരുന്നതിന് താങ്ക് യു സോ മച്ച്. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.